കുഞ്ഞുങ്ങളെ, എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു പെങ്കൊച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ട്, സ്വാമിയല്ലേ, എനിക്കൊരാളെ വശീകരിച്ച് തരണം. വശീകരിക്കാൻ ഞാൻ പറഞ്ഞ, ഞാൻ വശീകരിച്ച ഉള്ള ബന്ധം കൂടി പോവും, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വാമിയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ തമാശിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ കൊച്ച് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ആ കുഞ്ഞിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത്രയും വിശ്വാസമാണ്. ഇതിലേക്കൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ്. വേറെ ആരോ ഇതിനെ പറ്റിച്ചൊരു 3000 രൂപ അതേപോലെ വശീകരിക്കാമെന്നും പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് പറ്റിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഫ്രോഡ് ആൾക്കാരുടെ അടുത്തൊന്നും പോയി പെടാൻ നിൽക്കരുത്. ഇങ്ങനെ ഇതൊന്നും ചെയ്തുകൊണ്ടൊരു കാര്യമില്ല. വശീകരിക്കുക, അത് അതൊന്നും നടപ്പിലാവുന്ന കേസല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ അതുകൊണ്ട് ഇല്ലാതെയാവും. അങ്ങനത്തെ കാലമാടന്മാരുടെ കയ്യിലൊക്കെ നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ, ഇന്നത്തെ കാലങ്ങൾ അറിയാലോ. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ദയവ് ചെയ്ത് പോകരുത്. രക്ഷിതാക്കൾ പ്രത്യേകം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ കരഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്. നിങ്ങളുടെ അറിവിലേക്ക് വെക്കുകയാണ്. പിന്നെ നിങ്ങൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് 23-24 വയസ്സ് പ്രായമാണെങ്കിൽ നിങ്ങളിപ്പോൾ സ്ട്രഗിൾ ചെയ്യണം. നിങ്ങളെന്ത് ചെയ്യേണ്ടത്, ലൈഫിൽ നിങ്ങൾ സമ്പാദിച്ച് വലിയൊരു നിലയിലെത്തുക. ഈ പറയുന്ന ആരും നിങ്ങൾ വശീകരിക്കണ്ട. നിങ്ങളുടെ അടുത്തേക്ക് എല്ലാവരും വരും. പണമാണ് ഏറ്റവും വലുത്. പണം വലുതല്ല, സ്നേഹമാണ് വലുതെന്ന് പറയുന്നവരുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നോളൂ, ഞാൻ സ്വീകരിക്കാം. തമാശ പറയണതല്ല, പൈസ അറിവുകൾ പരക്കട്ടെ.